പേടിയില്ല, ഞാൻ പറഞ്ഞാണെന്ന് അറിയാലേ ചേട്ടന്. കൃത്യസമയത്ത് വന്നിരിക്കും സാധനം കേട്ടോ. 12 മണിക്കല്ലേ ഫംഗ്ഷൻ തുടങ്ങുള്ളൂ. 11 ആകുമ്പോൾ അവിടെ സാധനം എത്തിയിരിക്കും. ആ 150 പേർക്കുള്ള ഫ്രൈഡ് റൈസും ചിക്കനും. നിങ്ങൾക്ക് സദ്യ ആയിരുന്നാ? ഒയ്യോ, സദ്യ ഇതെങ്ങോട്ട് പോയി? ഒരു മിനിറ്റ്, ഞാനങ്ങോട്ട് വിളിക്കാവേ. ദുരിതം. ഹലോ എടാ, നീ എവിടെയാണ്? നിന്റെ വണ്ടിയിലാണ് സദ്യ ഉണ്ടോ? സിന്ധു ആണെന്നാ? എടാ സദ്യ എന്നല്ലടാ, സദ്യ ആണോ? ആണെങ്കിൽ പോര് അങ്ങ് പോര്. മതി അത് മതി. പോര്. സദ്യ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങളിപ്പോൾ എവിടെയുണ്ട്? നിങ്ങളുടെ ആരാ പറഞ്ഞ ഇവിടെ ഉണ്ടെന്ന് പറയാ? എടാ നിങ്ങൾ അത് പോയി ചെയ്യടാ. ഞാനിവിടെ 100 രൂപ ഭ്രാന്ത് പിടിച്ച് നിൽക്കുമ്പോഴാണ്. എടാ നീ അവിടെ നിന്ന് തിരിച്ചിട്ട് നിന്റെ സദ്യ കൊണ്ട പള്ളുരുത്തി വെളിയിലെ ചെറിയ ഓഡിറ്റോറിയത്തിൽ കൊടുക്കും 150 പേർക്കുള്ള കേട്ടോ. അവിടെ ചിക്കൻ ബിരിയാണി വണ്ടി വരികയാണെങ്കിൽ നേരെ തിരിച്ചു വിട്ടോ തോമ്പടിക്ക്. ഓക്കെ. അതെ, ഇവിടെ ചെറുക്കനെയും പെണ്ണിനെ പടം വെക്കാൻ അറിയാലോ. വേറെ പടമൊന്നും വെക്കരുത്. എന്ന് എഴുതി വെക്കുകയും ചെയ്തു. തിയേറ്റർ അല്ല, ഓഡിറ്റോറിയമാണ്. കല്യാണമാണ് നടക്കുന്നത് കേട്ടല്ലോ. വേഗം പണിയായി. മലയാളി ഇത് ശരിയാവില്ലട്ടാ. എന്താ ശരിയാവില്ല? ഇത് എന്താണ്? നമ്മളൊരു ലിസ്റ്റ് തന്നാൽ അതിൽ ഫുൾ സാധനം വേണം. ഞാൻ 12 കോളിഫ്ലവർ അല്ലേ പറഞ്ഞത്? എന്നിട്ട് ഇപ്പം അതിനകത്ത് 10 ഉള്ളൂ. 2 എണ്ണം കൂടി കിട്ടാണ്ട് ഞാനിത് എങ്ങനെ ചെയ്യൂത്? എന്റെ ഗോപി, ഇത് എന്റെ കുഴപ്പമല്ല. പിന്നെ എന്റെ കുഴപ്പമാണോ? എടാ എന്റെ കൂടെ നിൽക്കുന്ന പണിക്കാർ ഓരോ കാശിന് കൊള്ളിയതാ. എടാ ഇന്ന് എനിക്കൊരു മരണമുണ്ട്, ഒരു കല്യാണമുണ്ട്. അതുകൂടാതെ ഇവിടുത്തെ കാര്യങ്ങളും കൂടെ നോക്കണം. മരണം വീട്ടിൽ 2 റീത്ത് വെക്കാൻ പറഞ്ഞപ്പോൾ അവിടെ കൊണ്ട് ബൊക്ക കൊടുത്തിരിക്കുന്നു. കല്യാണ വീട്ടിൽ ബൊക്ക വെക്കാൻ പറഞ്ഞപ്പോൾ അവിടെ കൊണ്ട് റീത്ത് കൊടുത്തു. ഞാൻ നിന്റെ 2 കോളിഫ്ലവർ എടുത്തിട്ടുണ്ട്. അത് കുറച്ച് തുണിയൊക്കെ ചുറ്റി പൂവൊക്കെ വെച്ച് ഞാൻ ആ കല്യാണ വീട്ടിലേക്ക് വിട്ടിട്ടുണ്ട്. വൈകുന്നേരം ആകുമ്പോൾ ബൊക്ക ഇങ്ങ് വരും. അതുകൊണ്ട് നീ റെഡിയാക്ക്. എൻ്റെ ഗോപി ചെല്ല് ഗോപി. എന്നിട്ട് ചില്ലി ഗോപി ഉണ്ടാക്കാനുള്ള പരിപാടികൾ നോക്ക്. ചെല്ലി ഗോപി കിട്ടിയാൽ ചില്ലി ഗോപി ഉണ്ടാവും. ഹലോ മനസ്സിലായ? എവിടെയെങ്കിലും വെച്ച് കണ്ടിട്ടുണ്ടോ? നല്ല പരിചയമുണ്ടല്ലോ. 50,000 രൂപ കൂടെ തന്ന ഓർമ്മയുണ്ടോ? എൻ്റെ പൊന്നെ, സോറി കേട്ടാ. 28-ാം തീയതി കല്യാണം. വിളിച്ചാ എടുക്കണ. തിരക്കല്ലേ? തിരക്കാതിരിക്കാൻ പറ്റുമോ? ഞങ്ങളുടെ ആവശ്യമില്ല, അതുകൊണ്ടല്ലേ ഞങ്ങൾ തിരക്ക് വരുന്നത്. അയ്യോ അതല്ല, എനിക്ക് തിരക്കല്ലേ. ഇപ്പം നാളെ ഇവിടെ ഒരു കല്യാണം, ഇനി 28-ാം തീയതി ഞായറാഴ്ച നിങ്ങളുടെ കല്യാണം. ഇതെല്ലാം ഓട്ടോ. പിന്നെ എൻ്റെ ഫ്രണ്ട്സൊക്കെ വരുന്നുണ്ട്. അപ്പൊ സദ്യ അടിപൊളിയായിരിക്കണം. അടിപൊളി അല്ലെന്നുണ്ടോ? അറിഞ്ഞിട്ടല്ലേ ബുക്ക് ചെയ്തത്? അതറിയാം. പിന്നെ അങ്ങനെ നമ്മളിപ്പോ ഉദ്ദേശിക്കുന്നത് ഒരു അടിപൊളിയാണെങ്കിലും കറികളുടെ എണ്ണമൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മളോട് പറഞ്ഞ റേറ്റുമായിട്ട് ഒരു ചെറിയ വ്യത്യാസം ഉണ്ട്. എന്ത് വ്യത്യാസം? നമ്മൾ ഇല ഒന്നിന് 250 പറഞ്ഞ് അണ്ട് നമ്മൾ 230 ഉറപ്പിച്ചത്. 220 അണ്ട് ഞാൻ ഒരു അഡ്വാൻസും തന്ന്. ഞാൻ പറയണത് നമുക്ക് 12 കറിയാണെന്ന് പറഞ്ഞത്. നമുക്ക് 12 കറി വേണമെന്നില്ല, നമുക്കൊരു 8 ആയാലും മതി. ഞാൻ പറയണത് 1500 മതി, അല്ല 1200 മതി. എന്നിട്ട് നമുക്ക് ഈ പൊട്ട് പോലെ അങ്ങോട്ട് കറി വിളമ്പിയാൽ മതി. ഈ പൊട്ട് പോലെ കറി വിളമ്പാനായിട്ടേ നമ്മൾ സുന്ദരിക്ക് പൊട്ടുകൊടിയിലല്ല, ഓടിച്ചിട്ടൊന്ന് വിളമ്പിക്കൂടെ? ഓടിച്ചിട്ട് വിളമ്പ നാട്ടുകാർ എന്നെ ഓടിക്കൂല്ലേ? ഗാനമേള ഉണ്ടോ? ഗാനമേള ഗാനമേളയുണ്ട്. ഗാനമേള ഞാൻ വേറെ ഒരു അഡ്ജസ്റ്റ്മെന്റിൽ കൂടെ വെച്ചേക്കണം. ഇപ്പം 1500 പേരെ വിളിച്ചിട്ടുണ്ട് നിങ്ങൾ. അച്ഛൻ 1500 പേരുടെ ഫുഡാണ് വെച്ചേക്കണം. ചിക്കനാണല്ല 1300 പേർക്ക് വെച്ചേക്കണം. അപ്പൊ ഈ 1300 കൊണ്ട് തികയ്ക്കാൻ പറ്റിയില്ലെങ്കിൽ ഗാനമേള ഫിക്സ്. ഗാനമേള ഫുഡും തമ്മിൽ എന്താണ് ബന്ധം? അത് പിന്നണി ഗായകൻ രവിയുടെ ഗാനമേള. രവിയുടെ കല്യാണം വിളിച്ചിട്ടില്ല. അല്ല വിളിക്കട്ടെ, അത് ഞാൻ എൻ്റെ കെയർ ഓഫിൽ ഞാൻ വരുത്തിക്കോളാം. രവിയുടെ ഗാനമേള എന്ന് പറഞ്ഞാൽ നമ്മള് ഫുഡിന് ഇൻ കേസ് ചെറിയ ഷോർട്ടേജ് ഒക്കെ വന്നാൽ രവിയുടെ ഒരു പാട്ടം ഇട്ട് കൊടുക്കും. അതും ഇതും തമ്മിൽ എന്താണ് ബന്ധം എനിക്ക് മനസ്സിലാവണില്ല. അത് രവി ഒരു പാട്ടങ്ങ് തുടങ്ങിക്കഴിഞ്ഞാൽ പാട്ടൊരു വഴിക്ക്, പിച്ചൊരു വഴിക്ക്, രവി ഒരു വഴിക്ക്, ട്രാക്ക് ഒരു വഴിക്ക്. അപ്പൊ ഇത് കണ്ടു നിൽക്കണ ആൾക്കാർ ഒരു വഴിക്ക് അങ്ങ് പൊക്കോളും. അപ്പൊ നമുക്കത് ഒഴിവാക്കാം. ഫുഡിന് ഷോർട്ടേജ് വന്നാൽ ഇൻ കേസ്. പിന്നെ ഈ ചെക്കനും പെണ്ണും ഇരിക്കുമ്പോ പാട്ട് വേണ്ടട്ടോ. അതില്ല, അത് ചിലപ്പോൾ അവരുടെ എഴുതിട്ട് ഓടുമല്ലോ. അതാണ്, അത് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. ഞാൻ വേറൊരു ഐഡിയ പറയാം. നമുക്ക് ആ രവിനെ നമുക്ക് രാവിലെ പോലും കിട്ടുമോ? അതെന്തിനാണ്? പാട്ട് തുടങ്ങാം. അവിടെ പോലും നമുക്ക് പാട്ടിട്ട് കൊടുക്കാം. അത് വേണ്ട. അപ്പൊ ഈ പറയുന്ന ചെറുക്കം പോലും ഉണ്ടാവൂല കല്യാണത്തിന്. അച്ഛൻ എന്തായി പറയണത്? എടാ നീ എന്റെ അച്ഛൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാ? ഈ ആൾക്കാരൊക്കെ വിളിച്ചിട്ട് ഇതിനകത്ത് സദ്യ കൊടുക്കേണ്ട വല്ല കാര്യം ഉണ്ടായി? ജസ്റ്റ് എന്നോട് വിളിച്ചോണ്ട് വരാനാണ് ഞാൻ പറഞ്ഞത്. വെറുതെ ഒറ്റ മോനേ ഉള്ളൂ. ഈ കണ്ട സ്വത്ത് മുഴുവൻ അനുഭവിക്കേണ്ട ഞാനാ. അതെ, ഇങ്ങനെ പിശി കാണിക്കണത്. അവിടുന്ന് കിട്ടണല്ലേ ആവശ്യത്തിന്. എന്ത് കിട്ടാണ്ട്? ഇവന് പെണ്ണ് കിട്ടും, എനിക്കെന്ത് കിട്ടാണ്ട്? അച്ഛൻ എന്താ വേണ്ടത്?
എനിക്ക് എന്തെങ്കിലും കിട്ടണ്ട, നിന്നെ ഞാൻ ഇത്ര നാൾ വളർത്തിയതല്ലേ. നിങ്ങളിപ്പോ നമുക്ക് കല്യാണം നല്ല ഭംഗിയായിട്ട് നടത്താം, ഞാനല്ലേ പറയണത്. സ്ത്രീധനൊന്നും വാങ്ങുന്നില്ല. അവരെന്തോ എനിക്ക് ചോദിച്ചു എന്ത് വേണോന്ന് ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു എന്ത് വന്നാലും മതിയാവൂലെന്ന് ഞാൻ പറഞ്ഞു. ചേട്ടാ നീ വന്നു, എന്താണ് കാര്യം? എന്താണ് ലാഭിഷാക്കി വെക്കരുതിട്ടാ, ഇപ്പൊ തന്നെ പൈസ ഓവറാണ്. അനാമത്ത് ചിലവുകളൊന്നും വേണ്ട. ചേട്ടാ സാധാരണ ഈ ചെറുക്കനും പെണ്ണും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാറിലാണല്ലോ വേണ്ടത്. നീ തീവണ്ടിക്ക് പോവാ. ഒന്ന് പറയട്ടെ, പറ. ഈ വെറൈറ്റിക്ക് വേണ്ടി നമുക്കൊരു ഒട്ടകത്തിന്റെ മുകളിലാക്കിയാലോ കുഴപ്പമില്ല. അതെ, ആൾക്കാരെ കൊണ്ട് നിർത്തിക്കൊണ്ട് പറയല്ല. ഈ അച്ഛനെ പോലെ ഒരു പിശുക്കിനെ എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല. ഒട്ടകത്തിന്റെ പുറത്തൊന്നും വേണ്ട, പറ്റുമെങ്കിൽ ഒരു ഓട്ടോറിക്ഷയെങ്കിലും പിടിച്ച് വന്ന് പെണ്ണിനെയും കെട്ടിക്കൊണ്ട് പോകാൻ നോക്കും കേട്ടാ. കേട്ടല്ല, ബാക്കിയൊക്കെ നമുക്ക് ഞായറാഴ്ച കാണാം. ചെല്ല്, സദ്യ നന്നായിരിക്കും. പോടുന്നു സദ്യ. എടാ നിന്നെ എവിടെയെല്ലാം തിരക്ക് ഞാൻ ഇത് എവിടെയാണ് കാണാനില്ലല്ലോ. എടാ ഞാനൊരു കാര്യം പറയാൻ വേണ്ടി വന്നതാ. ഞാനൊരു കാര്യം പറയാൻ വേണ്ടി ഇരിക്കുന്നു. എന്താ? അടുത്ത ആഴ്ച എന്റെ കല്യാണം ചേട്ടനെ ഞാൻ വിളിക്കാൻ മറന്നുപോയി. എടാ അതിനെ കുറിച്ച് ഞാൻ പറയാൻ വന്നത്. ഞാൻ അത് ആദ്യം പറഞ്ഞിട്ട് നീ കേക്ക്. നീ വിഷമിക്കുകയും ചെയ്യരുത്, സങ്കടപ്പെടുകയും ചെയ്യരുത്. കല്യാണം കഴിക്കണ സങ്കടപ്പെടാൻ എന്തിനാണ്? എടാ ഞാൻ പറയുന്നത് കേക്ക് നീ ആദ്യം. പിന്നെ നീ കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണില്ലേ, എടാ അത് ഇന്നലെ ഒളിച്ചോടി പോയടാ. കണ്ടോ, ഇതാ ഞാൻ പറഞ്ഞ വിഷമിക്കരുന്ന്. എടാ സങ്കടപ്പെടാതെടാ. പക്ഷേ അവൾ എന്ത് പണിയാണോ കാണിച്ചത്? നീ സമാധാനപ്പെടടാ. അല്ല ചേട്ടാ, ഇപ്പൊ കല്യാണം വിളിച്ച ആൾക്കാർ മുഴുവൻ തിരിച്ചു വിളിച്ച് പറയണ്ടേ കല്യാണം മുടങ്ങിപ്പോ ഇനി വരണ്ടാന്ന്? അതാണ് നിന്റെ പ്രശ്നം. അതൊരു പ്രശ്നമല്ലേ? പ്രശ്നമാണ്. പക്ഷെ നീ ഒരു കാര്യം ആലോചിക്കണം. ഇവർ 5 ദിവസം മുമ്പ് പോയത്, നാളെ തലേദിവസം ഒഴിച്ചോളിപ്പോ നീ എന്ത് ചെയ്തേനി? അതാണ് ഒരു ആശ്വാസം ഇപ്പൊ. അല്ലേ, അതെങ്കിലും ഓർക്കണ്ടേ. പിന്നെ ഞാൻ നിന്റെ അച്ഛനുമായിട്ട് സംസാരിച്ചായിരുന്നു. അച്ഛന് നിന്നോട് പറയാൻ ഭയങ്കര ബുദ്ധിമുട്ടാടാ, അതുകൊണ്ടാണ് എന്നെ പറഞ്ഞു വിട്ടത്. പിന്നെ ആ പെണ്ണിന്റെ അമ്മയെ അവിടെ നിപ്പുണ്ട് നിന്നോട് മാപ്പ് പറയാൻ വേണ്ടിട്ട്. മാപ്പ് കോപ്പൊന്നും എന്നോട് പറയാൻ നിൽക്കണ്ട. പിന്നെ മകളെ വളർത്തിയേക്കണ്, മര്യാദക്ക് അച്ഛനൊക്കെ തൊഴിലൂടെ വളർത്തണം. എടാ അങ്ങനെ പറയരുതാ. അച്ഛനില്ലാതെ അമ്മ തന്നെയല്ലേ ആ കുട്ടിയെ വളർത്തിയത്. അപ്പൊ ആ അമ്മ എന്നാ ചെയ്യാനാടാ? അച്ഛനില്ലാതെ വളർന്നതാണ്, ഞാൻ അമ്മയില്ലാതെ വളർന്നതാണ്. അണ്ട് ഞാൻ വഴുതെറ്റി പോയില്ല. എടാ എല്ലാരും ഒരുപോലെ ആകുമോ? നീ ഒന്ന് വന്നേ ഇങ്ങോട്ടോ, ഒന്ന് സംസാരിച്ച്. ആ പാവം അത് കരഞ്ഞു പിഴിഞ്ഞ് എനിക്കൊന്നും. എടാ വാടാ ഇവിടെ, ഞാനല്ലേ വിളിക്കുന്നേ. എടാ നിനക്ക് എത്ര പെണ്ണെ വേറെ കിട്ടും? ഞാൻ സംഘടിപ്പിച്ചത്. നീ ഇങ്ങോട്ട് ഇറങ്ങി. പാവം അത് അവിടെ വിഷമിച്ചിരിക്കല്ലേ, ഇറങ്ങി ഇങ്ങോട്ട്. ആ വാ. എൻ്റെ പൊന്നുമോനെ, നിന്നോട് എന്ത് മറുപടി പറയണമെന്ന് എനിക്ക് അറിയാൻ പാടില്ല. എന്ത് ചെയ്യാനാണ്? ആൾക്കാർ മുഴുവനും എന്നെയാണ് കുറ്റപ്പെടുത്തണം. ഞാനാണോ കുറ്റക്കാരി? ഏതോ ഒരുത്തൻ കഞ്ചാവ് അടിച്ചു കിടന്ന അവൻ്റെ പുകമണവും പിടിച്ചുകൊണ്ട് അവൾ അവൻ്റെ പുറകെ പോയി. ഇപ്പൊ ഞാൻ കഞ്ചാവ് വലിക്കാത്താണ് എൻ്റെ കുഴപ്പം. അയ്യോ അങ്ങനെയല്ല, അവള് പോയെന്ന് പറഞ്ഞ് ഈ കല്യാണം മുടങ്ങിപ്പോയതിൻ്റെ പേരിൽ മോനെ അവിവേകം ഒന്നും കാണിക്കരുത്. വല്ല കുളത്തി ചാടുക, കെട്ടിത്തൂങ്ങി, അങ്ങനെ എന്തെങ്കിലും ഒരു ചിന്ത തോന്നിയാൽ അതിപ്പോഴേ പാടെ ഉപേക്ഷിച്ചേക്ക്. ഇവളെക്കാളും നല്ലൊരു പെങ്കൊച്ചിനെ ഈ അമ്മ കണ്ടെത്തി തരാം. അതുവരെ മോനൊന്ന് ക്ഷമിക്ക്. പോയത് പോട്ടെ മോനെ, മോന് വിധിയില്ലാന്ന് കരുതിക്കോ. അല്ലെങ്കിൽ അവക്ക് യോഗമില്ല മോൻ്റെ കൂടെ ജീവിക്കാൻ. അതുകൊണ്ടാണ് അവൾ ഇങ്ങനത്തെ പൊട്ടത്തരം കാണിച്ചത്. അഹങ്കാരി. ഇങ്ങോട്ട് പോടാ, ഞാൻ ഒരു കാര്യം പറയാം. ഇങ്ങോട്ട് വന്നേ. എന്താണ്? നീ ഓക്കെ ആണോ? എടാ നിന്റെ മനസ്സ് ശാന്തമാണോ എന്ന്? കുഴപ്പമില്ല. എന്നാ ഞാൻ ഇനിയൊരു കാര്യം പറയാൻ പോവാ. അത് കേൾക്കുമ്പോഴാണ് നീ ഞെട്ടാൻ പോകുന്നത്. എന്താണ്? എടാ നിന്റെ അച്ഛൻ എന്നോടൊരു കാര്യം പറഞ്ഞ് ഏൽപ്പിച്ചിരുന്നു. ഇപ്പൊ നിന്റെയോ ആ പെണ്ണിന്റെ കല്യാണം നടന്നില്ല. അതുകൊണ്ട് അച്ഛൻ പറയുന്നത് അച്ഛൻ ആ പെണ്ണിന്റെ അമ്മയെ കല്യാണം കഴിച്ചോളാന്നാ പറയുന്നത്. അതെന്ത് പരിപാടിയാണ് കളിക്കണത്? നീ ഒച്ച വെക്കാതെ. അല്ല മര്യാദയാണത്. ഒരു മകന്റെ കല്യാണം മുടങ്ങി എന്ന് പറഞ്ഞിട്ട് നേരെ അമ്മനെ പോയി കെട്ടേണോ ചെയ്യുന്നുണ്ട്? എടാ ആ മുഹൂർത്തത്തിൽ തന്നെ അത് നടക്കുമെന്നേ. അത് ശരിയാവില്ല, ഞാൻ സമ്മതിക്കൂല. അത് ഒച്ച വെക്കാതെ. അത് തന്നെ അല്ലെന്ന്. പിന്നെന്താ? അച്ഛൻ ആ പെണ്ണുമ്പിള്ളേനെ കെട്ടിക്കഴിഞ്ഞാൽ ഞാൻ അവരെന്തെന്ന് വിളിക്കും? എടാ നീ ആ പെണ്ണെ കല്യാണം കഴിച്ചാൽ അവരെ എന്ത് വിളിക്കും? അമ്മേന്ന്. നിന്റെ അച്ഛൻ കല്യാണം കഴിച്ചു കൊടുത്ത പെണ്ണെ നീ എന്ത് വിളിക്കും? അമ്മേന്ന്. പിന്നെ എന്താ പ്രശ്നം? അത് ഞാൻ സമ്മതിക്കൂല. എന്തൊക്കെ പറഞ്ഞാലും ഞാൻ സമ്മതിക്കണ പ്രശ്നമില്ല. എടാ ഞാൻ പറയുന്നത് കേക്ക്. ഒന്നും പറയാൻ നിൽക്കണ്ട, ഈ കാര്യത്തിൽ ഞാൻ സമ്മതിക്കൂല. ഇങ്ങനെ വന്നടാ, വേണ്ട അങ്ങോട്ട് വരാ. എന്താടാ ഞാൻ അവരെ കെട്ടിയാലുള്ള കുഴപ്പമെന്താ? അച്ഛന് നാളെ ഇല്ലേ? എന്തെന്ന് മാൻ കെട്ടാൻ വെച്ച പെണ്ണിന്റെ അമ്മേനെ കെട്ടാനായിട്ട് നിനക്കെന്താ ബുദ്ധിമുട്ട് എന്താണ്? പുറത്തിറങ്ങി നടക്കാൻ പറ്റൂല. നീ പുറത്തിറങ്ങണ്ട, നീ അകത്തിരുന്ന് വെച്ചാൽ മതി. വാതിലടച്ച് അകത്തിരുന്നോടാ. എന്ത് നാണക്കേടാണ്. എടാ നമുക്ക് നഷ്ടമല്ലേ വന്നത്? നമ്മൾ നിശ്ചയിച്ച ദിവസം നമ്മുടെ കല്യാണം നടന്നില്ലെങ്കിൽ നമ്മൾ കൊടുത്ത അഡ്വാൻസ് നമുക്ക് വല്ലതും തിരിച്ചു കിട്ടുക. ഓഡിറ്റോറിയത്തിന് കൊടുത്ത് 50,000, നമ്മൾ കാറ്ററിങ്ങിന് കൊടുത്ത് 50,000, മുല്ലപ്പൂ വാങ്ങാൻ കൊടുത്ത്, പിന്നെ നിന്റെ സ്വർണ്ണം എടുത്ത്, മറ്റേ സാരി എടുത്ത്, എന്തെല്ലാം കാശികൾക്ക് നമ്മൾ പൈസ ചിലവാക്കി. ആ പൈസയൊക്കെ നമുക്ക് നഷ്ടമല്ലടാ നമുക്ക്. അതിന് ഇവരെ കെട്ടിയിട്ട് അങ്ങനെ കിട്ടുമോ?
അവരുടെ മോക്ക് വേണ്ടി സമ്പാദിച്ചേക്കണ കുറേ സ്വർണ്ണമുണ്ട്. അതൊന്നും എടുക്കാതെയാണ് ആ പെണ്ണ് പോയത്. ഈ കാലഘട്ടത്തിൽ സാധാരണ ഒളിച്ചോടുന്ന പെണ്ണുങ്ങൾ മൊത്തം ഊറ്റിക്കൊണ്ട് പോകാറാണ് പതിവ്. ആ പെണ്ണത് ചെയ്തില്ല. ഇനിയിപ്പോൾ ഞാൻ അവരെ കെട്ടുകയാണെങ്കിൽ നിനക്ക് കിട്ടാൻ പോണ ശ്രീധരൻ നമുക്ക് കിട്ടൂലടാ. അത് നമുക്കൊരു ലാഭമല്ലടാ.